വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിക്കെണിയിലടച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കർണാടകയിലെ ചാമരാജനഗർ ബൊമ്മലപുര ഗ്രാമത്തിലാണ് നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടിലടച്ചത്. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുലിക്കണിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടച്ചിരിക്കുന്നു നാട്ടുകാർ. പക്ഷേ ഈ പുലിക്കണി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനമല്ലേ? പുലിയെ പിടിക്കാനായി സ്ഥാപിച്ചതല്ലേ? എന്താണ് നാട്ടുകാർ പറയുന്നത്? വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ ശ്രീധരൻ? ഗുഡ് മോർണിംഗ് മോത്തി. ഇത് ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ചാമരാജനഗർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഈ ബൊമ്മലപുര എന്നുള്ളത്. ഇവിടെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം പതിവാണ്. നിരന്തരം നാട്ടുകാർ പലപ്പോഴായിട്ട് പരാതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകി. പക്ഷേ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ പുലിയും കടുവയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നത് നിത്യസംഭവമായി. ഇങ്ങനെ വളരെയധികം നാളത്തെ പരാതികൾക്ക് ശേഷമാണ് ഈ ഒരു പുലിക്കെണി അവിടെ കൊണ്ടുവച്ചത്. പക്ഷേ ബന്ധപ്പെട്ട മറ്റ് പരിശോധനകളോ പുലിയെ പിടികൂടാനുള്ള നടപടികളോ ഒന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതിലാണ് നാട്ടുകാർ പ്രകോപിതരായത്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാവിലെയും ഈ പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളൊക്കെ കർഷകർ കണ്ടു. ഈ കൃഷിയിടങ്ങളൊക്കെ നിറഞ്ഞ കാടിനോട് ചേർന്നുള്ള മേഖലയാണ് ഈ ബൊമ്മലപുര എന്നുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. പക്ഷേ ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെയാണ് നാട്ടുകാർ സംഘടിച്ച്, കർഷകരൊക്കെ കൂടി സംഘടിച്ചെത്തി ഈ 10 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ കെണിക്കുള്ളിലേക്ക് ആക്കിയത്. ഈ ആടിനെയൊക്കെ, പുലിയെ ആകർഷിക്കുന്നതിന് വേണ്ടി ആടിനെയൊക്കെ അതിനുള്ളിൽ, ആടിന്റെ മാംസമൊക്കെ വെച്ചിരുന്നു. ഇതിനുള്ളിലേക്കാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നാട്ടുകാർ അടച്ചത്. ഏറെ നേരം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കെണിയിൽ അകപ്പെട്ട് കിടക്കുകയും ചെയ്തു. ഏതായാലും പോലീസും അതുപോലെ തന്നെ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ എത്തി ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം പുലിയൊക്കെ പിടികൂടാൻ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ ആളുകളെ തുറന്നുവിടാൻ, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തുറന്നുവിടാൻ നാട്ടുകാർ തയ്യാറായത്. ഏതായാലും ഈ ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന്, അതുപോലെ നാഗർഹോള വനമേഖലയിലൊക്കെ ഈ വന്യമൃഗ ശല്യം രൂക്ഷമാണ്. ആളുകളെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാറുമുണ്ട്. ഈ ചാമരാജനഗർ ജില്ലാ മേഖലയിൽ മാത്രം കഴിഞ്ഞ വർഷം 26 പേരെയാണ് പുലി പിടിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ ഈ നാട്ടുകാർക്കുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. നിയമം കയ്യിലെടുക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് അനുരഞ്ജന ചർച്ചകൾക്കൊടുവിലാണ് ഈ പുലിയെ, ഈ ആളുകളെ അവിടെ നിന്ന് തുറന്നുവിടാൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് തുറന്നുവിടാൻ തയ്യാറായത്. ഏതായാലും ഇനിയെങ്കിലും ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ.